നിഷാദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. പോങ്ങുമൂട്ടിൽ നിന്നാണ്. ഉള്ളൂർ കഴിഞ്ഞ് ശ്രീകാര്യത്തിനിടയിൽ. നിഷാദ്, അണമുറിയാതെ അഭിവാദ്യമാണ്. അതുകൊണ്ട് തന്നെ അത്രയും സ്ലോ ആയിട്ടാണ് എല്ലാവരെയും കാണിക്കുക എന്നുള്ളത് തീരുമാനിച്ചതാണ് നേരത്തെ തന്നെ. അത്തരത്തിൽ എത്രത്തോളം വൈകിയാണ് യാത്ര, VS-ന്റെ തലസ്ഥാനത്ത് നിന്ന് ജന്മനാട്ടിലേക്കുള്ള യാത്ര? ധന്യ, ഇപ്പോൾ പോങ്ങുമൂട് എന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. VS-ന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വളരെ സ്ലോയിലാണ് കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്ത് വഴിയോരത്ത് വലിയ തോതിലുള്ള ജനക്കൂട്ടമില്ല, പക്ഷേ എല്ലായിടത്തും ജനങ്ങളുണ്ട്. എല്ലായിടത്തും ഏറിയും കുറഞ്ഞും ജനങ്ങൾ കാത്തു നിൽക്കുന്നു. ഇപ്പോൾ ഈ ചെറിയൊരു ജംഗ്ഷനൊന്നും അല്ല, പക്ഷെ ഇവിടെ എല്ലായിടത്തും വീടുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും VS അച്യുതാനന്ദൻ വരുന്നത് കാത്തു നിൽക്കുകയാണ്. VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ കാത്തുനിൽക്കുന്നു. അടുത്ത പോയിന്റ് എന്നത് ശ്രീകാര്യമാണ്. നിലവിൽ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ള സ്പോട്ടുകളെല്ലാം, അതായത് പോയിന്റുകളെല്ലാം വളരെ സമയമെടുത്താണ് മറികടക്കുന്നത്. അത്രയും ആളുകൾ കാത്തു നിൽക്കുന്നു. ഈ കോൺവോയ് പലയിടത്തും തടസ്സപ്പെടുത്തുന്നുണ്ട്. വളരെ സ്ലോലി മൂവ് ചെയ്യുക, ആളുകൾക്ക് അഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുക എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലയിടത്തും ഇത് സ്റ്റോപ്പ് ആവുന്നുണ്ട് ഈ കോൺവോയും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ തീരുമാനിച്ചിരുന്ന ഷെഡ്യൂളിന്റെ ടൈം മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമായിരിക്കും. പുലർച്ചെ ഒരു 3 മണിയെങ്കിലും ആകുമ്പോൾ എത്തുമെന്ന് ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞിട്ടു. സോ അതുകൊണ്ട് കാര്യമായി സമയമെടുക്കുമെന്ന് തന്നെ സ്വാഭാവികമായും വിചാരിക്കണം. അടുത്ത പോയിന്റിലേക്ക് എത്തുമ്പോഴും വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടാവും. അവിടെ സ്വാഭാവികമായും ഇത് സ്റ്റോപ്പ് ചെയ്യപ്പെടും. പിന്നെ അവിടെ നിന്ന് എടുക്കാനുള്ള സമയം വേണം. എന്തായാലും VS അച്യുതാനന്ദൻ അത് വിടവാങ്ങി പോകുന്നത് വലിയ ഒരു കാഴ്ചയാണ് എന്ന് തന്നെ പറയാം. ആ നിലയ്ക്ക് മലയാളികൾ ആകമാനം അവരുടെ ഹൃദയവികാരം രേഖപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. വലിയ തോതിൽ ഈ കോൺവോയ് വളരെ വലുതാണ്. മാധ്യമങ്ങളുടെ ഒരുപാട് വാഹനങ്ങളുണ്ട്, പോലീസിന്റെ വാഹനമുണ്ട്, പാർട്ടിയുടെ ഒഫീഷ്യൽ വാഹനമുണ്ട്. അപ്പോൾ അത്ര വലിയൊരു കോൺവോയ് കടന്നു പോകാൻ ഈ ജനക്കൂട്ടത്തിനിടയിൽ എടുക്കുന്ന സമയം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ രേഖപ്പെടുത്തുന്ന സന്ദർഭവും ദിവസവുമാണ് എന്ന് പറയാം. VS അച്യുതാനന്ദൻ 100 വർഷക്കാലം കേരളത്തിൽ ജീവിച്ച, കേരളത്തിൻ്റെ പിറവി കണ്ട ഒരാൾ, കേരളത്തിൻ്റെ ജനനവും കേരളത്തിൻ്റെ വളർച്ചയും ഉയർച്ച താഴ്ചകളും കണ്ട ഒരാൾ, കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ തൻ്റെ പങ്കാളിത്തം രേഖപ്പെടുത്തിയ ഒരാൾ, അങ്ങനെ ഒരാൾ വിടവാങ്ങി പോകുമ്പോൾ കേരളം അത് മനസ്സിലാക്കി അദ്ദേഹത്തെ വാല്യൂ ചെയ്യുന്നു. താങ്കൾ ചെയ്ത സേവനം ഞങ്ങൾക്ക് നന്നായി അറിയാം എന്ന് മലയാളികൾ പറയുന്ന സന്ദർഭം കൂടിയാണ് ഇത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല കടന്നു പോവുക എന്ന് പറയുമ്പോൾ നല്ലപോലെ സമയമെടുക്കും. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, എല്ലാ സ്വഭാവത്തിലുള്ള ആളുകളും VS അച്യുതാനന്ദനെ കാണാൻ കാത്തിരിക്കുന്നു. പരിമിതികളെ മറികടന്നുകൊണ്ട് മനുഷ്യർ വന്ന് തിരുവോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ട സഖാവിന് വിട ചൊല്ലാൻ. ആ കാത്തു നിൽക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ സഖാവ് എന്ന് വിളിക്കുന്നവർ പോലും അല്ല. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരല്ല, എല്ലാവരും CPIM-കാരോ LDF-ൽപ്പെട്ടവരൊന്നുമല്ല. അതിനെല്ലാം അപ്പുറത്തേക്ക് രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യർ VS-നോടുള്ള സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ, അവരുടെ ഒരു അവസാനത്തെ അഭിവാദ്യം അതർപ്പിക്കാൻ കാത്തു നിൽക്കുന്നതിൻ്റെ കാഴ്ചയാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സ്ഥലം പോങ്ങുമൂട് സ്ഥലമാണ്. അവിടെയും ആളുകളെ വഴിയിൽ എല്ലായിടത്തും കാണാം. മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കാണുന്നത്, ഓരോ പോയിന്റിൽ നിന്നും നിഷാദ് പറഞ്ഞതുപോലെ സഖാക്കൾ മാത്രമല്ല, പക്ഷേ സഖാക്കൾ ഒപ്പം ചേർന്ന് നടക്കുന്നു എന്നുള്ളതാണ്. VS-നൊപ്പം കുറച്ച് ദൂരമെങ്കിൽ അത്രയും ദൂരം സഖാവിനൊപ്പം നടക്കാം എന്ന് കരുതിക്കൊണ്ട് പ്രവർത്തകർ കൂടി ആ യാത്രയിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. സെയ്ഫ് സെയ്ലാബ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, ഓരോ പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്കോ അതിനപ്പുറത്തേക്കോ ഒക്കെ ആളുകൾ കൂടെ ചേർന്ന് VS-നൊപ്പം നടക്കുന്ന കാഴ്ച കൂടിയാണല്ലോ കാണുന്നത്, അല്ലേ? ഓരോ പ്രദേശത്ത് കഴിയുമ്പോഴും പ്രവർത്തകർ ഇങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശം, ഇപ്പോൾ എക്സ്കോട്ട് പോകുന്ന പോലെയാണ്. ഒരു പ്രദേശത്ത് നിന്ന് ഒരു പ്രദേശം വരെ പാർട്ടിയുടെ അണികൾ VS-ന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ആ ബസ്സിന്റെ മുന്നിൽ, ആ ബസ് പുറകെ വരികയാണ്, ആ ബസ്സിന് മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ്. അത് നടന്ന് ഓരോ പ്രദേശം, ഓരോ പോയിന്റ്, ഇതിപ്പോൾ 6ാമത്തെ പോയിന്റാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5:40 അടുക്കുന്നുണ്ട്. ഈ പോക്കിനാണെങ്കിൽ നാളെ പുലർച്ചയോട് കൂടി മാത്രമേ ആലപ്പുഴയിൽ അത് എത്തിച്ചേരുകയുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഒരു 3.5 മണിക്കൂറോളം കഴിഞ്ഞു ഇവിടുത്തെ കേശവാസപുരത്തേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറേ കൂടി വൈകും. നമ്മൾ വിചാരിച്ച ആ സമയത്തൊന്നും ഒരു കാരണവശാലും അത് എത്തിച്ചേരില്ല. ഈ ആലപ്പുഴയിൽ VS-ന്റെ സ്വദേശത്തേക്ക് എത്തിച്ചേരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 9 മണിയൊക്കെയാണ് തീരുമാനിച്ചത്. 9 മണി സ്വപ്നത്തിൽ വിചാരിച്ചപ്പോഴും നടക്കില്ല. നാളെ പുലർച്ചെ 3 മണിയോ 4 മണിയോ ഒക്കെ ആവും VS-ന്റെ മൃതശരീരം ഈ വിലാപയാത്രയായിട്ട് അവിടെ എത്തിച്ചേരാൻ. നമുക്ക് കാണാം ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അപ്പുറത്തേക്കും ഈ കടകളിൽ നിന്ന്, വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി VS-നെ ഇന്ന് അവസാനമായി കാണാൻ വേണ്ടി ആ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ അത് ഒരു കൂട്ടം യുവാക്കളാണ്.
യുവാക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണേ കരളെ മുദ്രാവാക്യം ഇങ്ങനെ വിളിക്കുകയാണ്, ആർത്തുലച്ച് വിളിക്കുകയാണ്. അവരുടെ നെഞ്ചുപൊട്ടി അവർ വിളിക്കുന്നു. വിഎസിന് വേണ്ടി അവസാന മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്ന ആ അവസരം അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് പാർട്ടിയുടെ ഈ യുവാക്കൾ. CPM സംസ്ഥാന സെക്രട്ടറി തൊട്ടു മുന്നിൽ പോകുന്നുണ്ട്. വിലാപയാത്ര ഇങ്ങനെ ഇപ്പോൾ കേശവദാസപുരം ഉള്ളൂർ കടന്ന് ശ്രീകാര്യ ജംഗ്ഷനിലേക്ക്, ശ്രീകാര്യം എത്തിച്ചേർന്നിട്ടില്ല, പോകുമ്പോട് ജംഗ്ഷനിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പോകുമ്പോട് നിന്ന് ശ്രീകാര്യത്തേക്ക് എത്തിച്ചേരും. എന്തായാലും ഇത് തിരുവനന്തപുരം ജില്ല കടക്കാൻ തീരുമാനിച്ച സമയമുണ്ട്. ആ സമയത്തിന്റെ നിരത്തി സമയമുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ല കടപ്പാട്ടുകോണം കടന്നു കഴിഞ്ഞാൽ ദേശീയപാതയിലേക്ക് കയറി കഴിഞ്ഞാലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് വേഗത്തിൽ, ഇപ്പോഴുള്ള ഈ വേഗത്തിൽ, ഇപ്പോൾ വാഹനം പോകുന്ന ഈ വേഗത്തിൽ പോലും പോകാൻ കഴിയില്ല. അത്രയും പണി നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ആംബുലൻസ് കടന്നു പോയപ്പോഴാണ് ഓർത്തത്, മെഡിക്കൽ കോളേജ് റോഡ് കൂടിയാണ്. അപ്പം ഏത് തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? പ്രവർത്തകർ കൂടി ചേർന്ന് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡ് നിറയാനുള്ളൊരു സാധ്യതയുണ്ട്. ആംബുലൻസ് പോലുള്ള അവശ്യ വാഹനങ്ങളെയൊക്കെ കടത്തിവിടാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് അതെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? അല്ല, അതിനുവേണ്ടിയുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി അതിനകത്ത് ഇടപെട്ട് ഈ ഒരു ട്രാഫിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടില്ല. ഇപ്പോൾ ഒരുപാട് വൈകി, വിചാരിച്ചതിനേക്കാൾ ഒരുപാട് വൈകി പുലർച്ചെ മാത്രമേ എത്തിച്ചേരൂ എന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ഈ ട്രാഫിക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങൾ, ഒരു വാഹനത്തിന്റെ ഒരു നീണ്ട നിര, ഏതാണ്ട് ഒരു 50ഓളം വാഹനങ്ങൾ ഫ്രണ്ടിലും പുറകിലുമായിട്ട് ഒരു 50ഓളം വാഹനങ്ങൾ ഉണ്ട്. ആ വാഹനങ്ങളെ പോലീസ് തന്നെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ പോങ്ങുമൂട് ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ പോങ്ങുമൂട് ജംഗ്ഷനിൽ നമ്മൾ കാണുന്ന കാഴ്ച വലിയ ജനസഞ്ചയം ഇവിടെ വിഎസിനെ കാത്ത് ഇരിക്കുകയാണ്. വിഎസിനെ അവസാനമായി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കിപ്പോൾ എത്തിച്ചേരാം. പോങ്ങുമൂട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ വിഎസിനെ അവസാനമായി കാണാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ ഒരു വലിയ തിരക്ക്, അത് വലിയ ആവേശത്തോടു കൂടി വിഎസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന അണികൾ, അത് ഇനി വിളിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വിഎസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാർ, അവരെ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഉള്ളൂരിൽ നിന്ന് കൂടെ കയറിയ ആൾക്കാരാണ്. ഉള്ളൂരിൽ നിന്ന് കയറിയ അവർ കോങ്ങോട് ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴും വലിയ ആവേശം, അവരുടെ ആവേശം ഇന്നലെ AKG സെന്റർ മുതൽ നമ്മൾ കാണുന്നതാണ്. വിഎസ് ഇരുന്ന സമയത്ത് വിഎസിന്റെ പൊതുപരിപാടികൾ കണ്ടൊരു ആവേശമുണ്ട്. ആവേശം വീണ്ടും പ്രകടമാവുകയാണ്. അത് വിഎസിന്റെ അന്ത്യയാത്രയിലാണ്. ആ യാത്രയുടെ അവർ അവസാനമായി വിഎസിനെ വിളിക്കാൻ വേണ്ടിയുള്ള, വിഎസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയുള്ള അവരുടെ ആ ഊർജം അത് പരമാവധി അവർ ഉപയോഗപ്പെടുത്തി കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ജനങ്ങളുടെ ഒരു വലിയ ആവേശം നമുക്ക് ഇവിടെ കോഴിക്കോട് ജംഗ്ഷനിൽ കാണുന്നത്. ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഇപ്പോൾ നമ്മുടെ മറ്റ് ക്യാമറയിൽ നിന്ന്, നിഷാദ് റാവുത്തറുള്ള ക്യാമറയിൽ നിന്ന്, സാദിഖിന്റെ ക്യാമറയിൽ നിന്ന് അതിന്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. എത്രത്തോളം ജനത്തിരക്ക് അവിടെ ഉണ്ട് എന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അത്രയും വലിയ ജനസംഖ്യയാണ് വിഎസിന് ഇവിടെ കാത്തിരിക്കുന്നത്. വിഎസിന് ഒരു അവസാനമായി കാണാൻ വേണ്ടി ഇതൊരു 6ാമത്തെ പോയിന്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വിചാരിച്ച സമയമല്ല, ഇതൊരു പക്ഷെ പുലർച്ചെ ആവും, ആലപ്പുഴയിലെത്താൻ പുലർച്ചെയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് സമാനതകളില്ലാത്ത ഒരു വിലാപയാത്രയായി മാറുന്നു. വി.എസ്. അച്യുതാനന്ദനെ കേരളം നെഞ്ചേറ്റി അവസാന യാത്ര, അന്ത്യയാത്ര, കേരളത്തിന്റെ അന്ത്യയാത്ര, കേരളത്തിന്റെ സമരനായകന് കേരളം നൽകുന്ന വിടവാങ്ങലായി മാറുകയാണ് ഈ വിലാപയാത്ര. ധന്യ, അത്രയും വൈകാരികമായിട്ടുള്ളൊരു വിലാപയാത്രയിലേക്ക് അത്രയും ഊർജ്ജം നൽകിയ പ്രവർത്തകർ അത്ര ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിഎസിനെ യാത്രയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പൊങ്ങുംപൂട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് ശ്രീകാര്യത്തെ അടുത്ത പോയിന്റിലേക്കുള്ള യാത്രയിലാണ്. ശ്രീകാര്യത്തും ആളുകൾ തിങ്ങി നിൽക്കുന്നു വിഎസിനെ അവസാനമായി കാണാൻ വേണ്ടി. അത്തരത്തിൽ രാത്രി 9 മണിയോടെ എത്തിക്കും എന്ന് പറഞ്ഞത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. വീട്ടിലേക്കും 9 മണിക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് രാത്രി ഏറെ വൈകിയാണ് വിഎസിനെ വീട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നത്. അതുപോലെ ജന്മനാട്ടിലേക്ക് എത്തിക്കാൻ ഇനിയും സമയമെടുക്കും. തലസ്ഥാന നഗരി പോലും കഴിഞ്ഞിട്ടില്ല, വിഎസിനെ കണ്ടു തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി സ്ലോ ആവാനുള്ള സാധ്യതയാണ്. കാരണം അത്രയധികം പോയിന്റുകൾ കൊല്ലം ജില്ലയിലുണ്ട്, അത്രയധികം ആളുകൾ, പാർട്ടി പ്രവർത്തകർ, ജനങ്ങൾ കാത്തു നിൽക്കുന്നു വിഎസിനെ അവസാനമായി കാണാൻ. സ്വാഭാവികമായിട്ടും മണിക്കൂറുകൾ എടുക്കും
ആലപ്പുഴയിലേക്ക് എത്താൻ എന്നാണ് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഓരോ പോയിന്റിൽ നിന്നും പ്രവർത്തകർ കൂടി VS-നൊപ്പം നടക്കുന്നു എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തു നിന്നും കുറച്ച് പ്രവർത്തകർ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളികളുമായി VS-നൊപ്പം നടക്കുന്നുണ്ട്. അവർ ഒരുപക്ഷെ അടുത്ത പോയിന്റിൽ അവർ അവസാനിക്കുകയോ അവിടെ നിന്ന് വേറെ മറ്റ് പ്രവർത്തകർ ചേരുകയും ആ രീതിയിലായിരിക്കണം ഒരുപക്ഷെ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ കൂടി അദ്ദേഹത്തെ അനുഗമിക്കുന്നു, അദ്ദേഹത്തിനൊപ്പം നടക്കുന്നു, അദ്ദേഹത്തിന്റെ ബസ്സിന് പുറകിലായി നടക്കുന്നു, മുദ്രാവാക്യം വിളികൾ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ പോയിന്റിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയും അതാണ്. വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളുണ്ട്, VS-യുമായി അത്രയധികം അടുത്ത ബന്ധമുള്ള ആളുകളുണ്ട്. VS-ന് ബന്ധമില്ലാത്തത് ആര് എന്നൊരു ചോദ്യം പോലും നമുക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാം. കാരണം അതിൽ പ്രായഭേദമന്യേ VS-നെ കണ്ട് മുദ്രാവാക്യം വിളിച്ച് റെഡ് സല്യൂട്ട് നൽകി പോകുന്ന ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ നമ്മൾ കാണുകയാണ് ആരുടെയൊക്കെ ഉള്ളിലാണ് VS ഉള്ളത്, ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ VS ആവേശം ഊർജം നൽകിയിരിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.